ഒരുപാടായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു മുതലാണ് കേട്ടത്. ഈ വണ്ടിയും പിന്നെ ഈ വണ്ടി ഓടിക്കുന്ന ചങ്കും പിന്നെ ഈ ചങ്കിന്റെ കൂടെയുള്ള ആളും എനിക്ക് മെസ്സേജ് തന്നിട്ട് ലോഗോ ചോദിച്ചിട്ട്. പക്ഷെ ആൾക്കറിയില്ലായിരുന്നു ഞാനിത് ഈ മുതലിനെ പൊക്കാൻ വേണ്ടി നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ മുതലിട്ട വീഡിയോക്ക് കമന്റ് അടിച്ചിട്ടുള്ളൂ. ഞാൻ എന്തായാലും മച്ചാനെ പൊക്കും, എൻ്റെ അടുത്ത ഇര മച്ചാനാണെന്ന്. അതേപോലെ തന്നെ എനിക്ക് പൊക്കാനും പറ്റിയല്ലോ. ഞാൻ ആളെടുത്തൊരു കള്ളത്തരം പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു ഇരിങ്ങാലക്കുട നിന്ന് വരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് തട്ടിമുട്ടി തൃശ്ശൂർ ഭാഷയൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ വന്നത്. പിന്നെ ഈ ചങ്കിന്റെ വണ്ടീൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, എന്തായാലേ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇത് ആംബുലൻസ് അല്ലട്ടോ, ഇത് ആള് സ്വന്തമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്, ഇത് ആംബുലൻസ് ഒന്നും അല്ലാന്നുണ്ട്. സത്യം തന്നെ കേട്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഓരോരോ സുഹൃത്തുക്കൾ കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ചങ്കിന് ഞാൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു. എന്നിട്ട് ഞാനെന്ത് ഈ ചങ്കിനെ ഇങ്ങനെ കാണിച്ചു. ചങ്ക് ചിരിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇനി വരുന്ന ഫേസിലെ എക്സ്പ്രഷൻ നോക്കിട്ടെ, ചങ്കന്റെ കീശയിലേക്ക് നോക്കണു. ലോഗോ കണ്ടപ്പോഴാണ് ആൾക്ക് എന്നെ മനസ്സിലായത്. ഇന്നെ പറയണ്ടേന്ന് പറഞ്ഞിട്ട് ചങ്ങ പറയുന്ന ആളാണ്. എന്തായാലും ഈ ചങ്കിന്റെ മുതൽ സന്തോഷം കിട്ടുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ നമുക്ക് ജീവിതത്തിൽ കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ മുഖം കാണിക്കാത്തത് മനഃപൂർവ്വം തന്നെ. ഇതുപോലെ ഓരോരുത്തർക്ക് സർപ്രൈസ് കൊടുക്കുള്ളൂ. ഈ ചങ്കിന്റെ മുഖത്ത് വരുന്ന ചിരി ഉണ്ടോ, അത് നമുക്കുള്ള ഒരു റെസ്പെക്റ്റ് ആണ് കേട്ടോ. ഇത് മതി, അത് എനിക്കുള്ളല്ല, ഈ ലോഗോക്കുള്ളതാണ്. ചങ്കിന് ലോകം കൊടുത്ത് അപ്പൊ പറഞ്ഞതല്ലോ, ഒരുപാടായിട്ട് കിട്ടാൻ വേണ്ടി കൊതിച്ചൊരു മുതലാണിത്. ഞാനത് ആളുടെ ഓണറും കിട്ടിയട്ടോ. സുഷിൽ എന്നാണ് പേര്. ആള് തൃശ്ശൂർ വിയ്യൂർ തന്നെയാണ് കേട്ടോ. ഞാൻ ഇവരെ വിയ്യൂർ വന്നിട്ടാണ് കേട്ടോ കണ്ടത്. ഞാൻ ചോദിച്ചായിരുന്നു മച്ചാ ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ പറഞ്ഞു വിയ്യൂർ ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവരെ അവിടെ ഓഫീസിലും ഇവരെ റൂമും കൊടുത്ത് തന്നെയാണ് അവിടെ വന്നിട്ടാണ് കണ്ടത്. അങ്ങനെ മുതലേ ലോഗോ അപ്പം തന്നെ ഒട്ടിക്കിഞ്ഞു കേട്ടോ. ആളൊരു രക്ഷയില്ലാത്ത വൈബ് മനുഷ്യനാണ് കേട്ടോ. എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുള്ളൂ കേട്ടോ. ഇവിടെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായി ആളെ വീട് എടപ്പാളാണ് കേട്ടോ. എടപ്പാൾ പൊന്നാനി സൈഡിലാണ് ആളെ വീട് കേട്ടോ. അപ്പൊ ഈ മുതലേ ഉണ്ടല്ലേ എന്തായാലും ആളൊരു രക്ഷയിലിട്ട് ആളിങ്ങനെ ഓരോ കാര്യങ്ങളും അനുഭവങ്ങളും പറഞ്ഞത്. ഞാൻ ആ സമയത്ത് ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നു. അതാണ് ആളിങ്ങനെ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ പറയണത്. അല്ല വേറെ ഒന്നും കേട്ടോ. നമ്മളൊരു ചങ്ക് മുത്തണ്ട. ഞാൻ ഒരുപാടായിട്ട് കാണാൻ ആഗ്രഹിച്ചൊരു മുതലാണ്. പക്ഷെ ആളും എന്നെ കാണാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായാലും പൊളിക്ക് ചങ്ക്, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടോ. കൂടെ